ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അൽപാരി ബ്രോക്കറിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്നത് എന്നാണ്. അതിൻ്റെ ഒരു ഹാക്കും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ ടൈമും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക. അൽപാരിൽ അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള വീഡിയോസും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അൽപാരി ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഡൗൺ സൈഡിൽ തന്നെ കൊടുക്കാം. അതേപോലെ ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺ സൈഡിൽ പോയിട്ട് കാണാൻ പറ്റുന്നതാണ്, XNSL ആയിട്ട് കമ്പാരിസൺ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് എങ്ങനെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോസിലേക്ക് നമുക്ക് പോവാം. അൽപാരിയുടെ ബ്രോക്കർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. നമ്മുടെ പാസ്വേഡും അതേപോലെ ഐഡിയ എല്ലാം കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് അക്കൗണ്ടാണ് ചൂസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഏരിയയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യമാണ് വെരിഫിക്കേഷൻസ് നോക്കാനുണ്ട്. ഈ ഒരു വെരിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും വെരിഫൈഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം വേറൊരു വെരിഫിക്കേഷനും കൂടി ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് ഉണ്ട്. അക്കൗണ്ട്സിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി നമുക്ക് 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൈക്രോ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അക്കൗണ്ടും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് മൈക്രോ ഉണ്ട്, അതേപോലെ സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്റ്റാർട്ട് സ്മോളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള 2 അക്കൗണ്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, പ്രോ ECN അക്കൗണ്ടും ECN അക്കൗണ്ടും. നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ പോയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് സ്റ്റാർട്ട് സ്മോളർ, ആ ഒരു മിനിമം ഡെപ്പോസിറ്റ് 100 എന്നുള്ള ആ ഒരു സംഭവമാണ്. അതായത് ആ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. റീസൺ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ മൈക്രോ അക്കൗണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ MT4 ആയിരിക്കും പ്ലാറ്റ്ഫോമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാകുക. ഇവിടെ നമുക്ക് MT5 ആയിരിക്കും അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്ക് പോവാം. നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടാണ് നമ്മുടെ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഏരിയ കാണുന്നുണ്ടാകും. ഈ ഒരു സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് പോവാം. അപ്പ് സൈഡിൽ നമ്മൾ ഒന്നും കൂടി പോയിട്ട് വെരിഫൈ ചെയ്യണം നമ്മൾ ഏത് അക്കൗണ്ടിലാണ് ഉള്ളതെന്ന്. ഓക്കെ, കണ്ടോ, MT5 സ്റ്റാൻഡേർഡിലാണ് ഉള്ളത്. അതിനുശേഷം INR പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡെപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. ഡെപ്പോസിറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എത്രയാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് INR ഞാനൊരു 5000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. മിനിമം ഡെപ്പോസിറ്റ് 100 ആണ് കാണിക്കുന്നത്. നമുക്ക് 5000 വരെയെല്ലാം ഡെപ്പോസിറ്റും കാര്യങ്ങളും ലോ ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റും, വിഡ്രോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ 3 മെത്തേഡ്സ് കാണിക്കുന്നുണ്ട്. ലോക്കൽ മെത്തേഡ്, ലോക്കൽ ബാങ്കിങ്, UPI എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ലോക്കൽ മെത്തേഡും അതേപോലെ തന്നെ UPIയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. ഇവിടെ UPIയിൽ നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ 500 to 50K വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ലോക്കൽ മെത്തേഡിൽ 900 തൊട്ട് 25 വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ലോക്കൽ ബാങ്കിങ്ങിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. 500 to 100K, അതായത് 1 ലക്ഷം വരെ നമുക്ക് ഡെപ്പോസിറ്റും കാര്യങ്ങളും ഇന്ത്യൻ റുപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് മൂന്നാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ UPI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമ്മളെ UPI ID ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏതാണോ ബാങ്ക് അക്കൗണ്ട് കൊടുത്തില്ല ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ UPI ID തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേ പോയിട്ട് നോക്കിയതിന് ശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ UPI ID കൊടുക്കുന്നുണ്ട്. UPI ID കൊടുത്ത് തന്നെ നമുക്ക് ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് നമ്മുടെ ആ ഒരു ഗൂഗിൾ പേയിലേക്ക് വന്നിട്ടുണ്ടാകും. അവിടെ പോയിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഡെപ്പോസിറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 9/16, 9/17 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 9:35 സമയത്ത് നമ്മുടെ ഡെപ്പോസിറ്റും കാര്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റാണ് അവർ നമുക്ക് മാക്സിമം ഡെപ്പോസിറ്റ് ടൈം ആയിട്ട് ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡെപ്പോസിറ്റും കാര്യങ്ങളിലായിട്ടുണ്ട്. ഇപ്പോൾ $57.57 നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് അൽപാരിയുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫറും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. പ്ലീസ് ഒരു ഫസ്റ്റ് ട്രേഡ് എന്ന് മറ്റും നമുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫണ്ടും കാര്യങ്ങളും ട്രാൻസാക്ഷൻ ആയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും കാണുന്നുണ്ട് എങ്കിൽ ഈ ഫണ്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക. ഓക്കെ, നമ്മൾ ഈ ഡെപ്പോസിറ്റ് വിഡ്രോ ഉണ്ട്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ട്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് UPI വഴി ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് 57.57
USD ആണ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ട്രേഡിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം നോക്കാം. ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് EUR/USD പെയർ എടുക്കാൻ പറ്റുന്നതാണ്. EUR/USD എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഇവിടെ സെല്ലും ബൈയും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെല്ലും ബൈയും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എനിക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റീസും കാര്യങ്ങളും എത്രയാണ് വെക്കേണ്ടത് വെച്ചാൽ ക്വാണ്ടിറ്റീസും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊരു ക്വാണ്ടിറ്റി കൊടുക്കാം. അതേപോലെ ഓപ്പൺ അറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി എത്രയാണ് പ്രൈസ് വേണ്ടത് ആ ഒരു പ്രൈസിന് നമുക്ക് പെൻഡിങ് ഓർഡറും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കിത് ഓൺ ചെയ്തുകൊണ്ട് ഏതാണോ പ്രൈസ് ഉള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഓർഡർ ഒരു പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽ ഓർഡർ കൊടുക്കാം, കൺഫേം സെൽ ഓർഡർ കൊടുക്കാം. നമുക്ക് പൊസിഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രേഡിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു EUR/USD ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ക്ലോസ് ഉണ്ട്, പാർഷ്യൽ ക്ലോസ് ഉണ്ട്, മോഡിഫൈ ഉണ്ട്. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റും അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എല്ലാം നമുക്ക് ഇവിടെ പോയിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതാണ് പോയിന്റ് എന്നുള്ളത് നോക്കാം. ആ ഒരു പോയിന്റും കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MT5 കണക്ട് ചെയ്യാം. MT5 കണക്ട് ചെയ്തിട്ട് ട്രേഡിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാകാം. ഓക്കെ, ഇവിടെ പൊസിഷൻസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് ശേഷം ക്ലോസ് പൊസിഷൻ എന്നുള്ള ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പൊസിഷൻ ക്ലോസ് ആവുന്നതാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു പൊസിഷൻ ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് ക്ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ലോസ് ആൻഡ് പ്രോഫിറ്റ് ഉള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. 0.20 സംതിങ് ആയിട്ട് നമുക്ക് ലോസ് ആയിട്ടുണ്ട്. ബാലൻസ് ഹിസ്റ്ററി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡെപ്പോസിറ്റ് 57 ആണ്. നമ്മൾ 0.23 സംതിങ് ലോസ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബാലൻസും കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡെപ്പോസിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതേപോലെ ട്രേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നമ്മൾ MT5 കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം, അക്കൗണ്ട് ഓപ്ഷനിലേക്ക് പോവാം. അക്കൗണ്ട് ഓപ്ഷനിലേക്ക് പോയിട്ട് ഇപ്പോൾ ഏതാണ് പ്ലാറ്റ്ഫോം ഉള്ളത് ആ ഒരു പ്ലാറ്റ്ഫോം എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ അതിൻ്റെ IDസും കാര്യങ്ങളും MT5ലേക്ക് പോവുക. അക്കൗണ്ട് ID കൊടുക്കാം, അതേപോലെ സെർവർ ID കൊടുക്കാം. നമ്മുടെ ഒരു പാസ്വേഡും കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളും അതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇവിടെ വെരിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് നമുക്ക് വേറൊരു വെരിഫിക്കേഷനും കൂടി ചെയ്യണമെന്നുണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേറൊരു വെരിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ എന്നുള്ള ഏരിയ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമുക്ക് UPI വെരിഫൈഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, റിക്കോർഡ് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, ടു കംപ്ലീറ്റ് ദ വെരിഫിക്കേഷൻ പ്രോസസ് പ്ലീസ് അപ്ലോഡ് എ ക്ലിയർ ഫോട്ടോ ഓഫ് യുവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് യുവർ ഫുൾ നെയിം ആൻഡ് ഓൾ ഓഫ് യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ദിസ് ഈസ് നെസസറി ടു സെക്യൂർ യുവർ അക്കൗണ്ട് ആൻഡ് എനേബിൾ വിഡ്രോവൽ. ദിസ് ഷുഡ് ഓൺലി ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് വിൽ അലോ യു സ്റ്റാർട്ട് ട്രേഡിംഗ് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ഏതാണോ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഇവിടെ ഫോട്ടോ എടുത്ത് അപ്ലോഡും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്ക് വരാം. ഇനി വെരിഫിക്കേഷൻ്റെ ഏരിയയിലേക്ക് ഒന്നുകൂടി നമുക്ക് പോയി നോക്കാം. നമ്മുടെ UPI അവിടെ പെൻഡിങ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്, പ്രോസസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ച് സമയം കൂടി. ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഈ ഒരു UPI IDയുടെ ഈ ഒരു വെരിഫിക്കേഷൻസും കാര്യങ്ങളും എന്തായാലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഇവിടെ ഫണ്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ഏത് മെത്തേഡിലാണോ, ഞാൻ XNSലും പറഞ്ഞിട്ടുള്ള സെയിം തന്നെയാണ്, ഏത് മെത്തേഡിലാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കുക. അതേ ബാങ്കിൽ തന്നെ വിഡ്രോവും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പം നമ്മൾ ബാങ്ക് ത്രൂ UPI വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിലേക്ക് തന്നെ നമ്മൾ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ ഏത് വാലറ്റിനാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഒരു വാലറ്റിലേക്ക് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. അതേപോലെ തന്നെ ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്രിപ്റ്റോയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ക്രിപ്റ്റോന്ന് പകരം നമ്മൾ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതേപോലെ നിങ്ങൾ ബാങ്കിൽ നിന്നും ചെയ്തു ക്രിപ്റ്റോയും ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ബാലൻസ് നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്തില്ല ആ ഒരു അക്കൗണ്ട് തന്നെ ആ ഒരു സെയിം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക്, ക്രിപ്റ്റോയിലേക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകാം. ഞാൻ വിഡ്രോസും കാര്യങ്ങളും ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ആ ഒരു ബാങ്കിൻ്റെ വെരിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയതിനു ശേഷം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഫണ്ട് ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ദ 3% ഫീ വിൽ അപ്ലൈ ടു എനി വിഡ്രോവൽസ് ഇഫ് നോ ട്രേഡ്സ് ഹാവ് ബീൻ മെയ്ഡ് സിൻസ് യുവർ ലാസ്റ്റ് ഡെപ്പോസിറ്റ്
പ്ലേസ് എ ട്രേഡ് ടു അവോയ്ഡ് ദിസ് ഫീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് അതേപോലെ വിഡ്രോ ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്, അതായത് നിങ്ങളുടെ ബാലൻസിന് 3% ഡിഡക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 1-2 ട്രേഡ് പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം വിഡ്രോ ചെയ്യാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ വിഡ്രോ അവൈലബിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വെരിഫിക്കേഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ വിഡ്രോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം എങ്ങനെയാണ് വിഡ്രോ ചെയ്യാന്നുള്ള കാര്യം കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിൽ വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂർ സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ വെരിഫിക്കേഷനിലേക്ക് പോവാം. വെരിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലോക്കൽ ബാങ്ക് വെരിഫൈഡ് ആയിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ UPI നമ്മുടെ ഇവിടെ വെരിഫൈ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വിഡ്രോൻ്റെ ഓപ്ഷനിലേക്ക് പോവാം. ഫണ്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വിഡ്രോയിലേക്ക് വരാം. വിഡ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും അക്കൗണ്ട് ബാലൻസ് $57.34 നമുക്കവിടെ കാണാൻ പറ്റും. വിഡ്രോ ചെയ്യാനും ആ ഒരു ഡോളർ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് UPI ലോക്കൽ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും ലോക്കൽ മെത്തേഡ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു UPIയുടെ ഓപ്ഷൻ തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്മോൾ ട്രാൻസാക്ഷൻ ഫീസ് $3 വിൽ ഡിഡക്റ്റഡ് ഫ്രം വിഡ്രോവൽ അണ്ടർ $30 എന്ന് മറ്റും. ഓക്കെ, അതായത് $30 നിങ്ങൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ $3 നിങ്ങൾ ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഈ ഒരു റൂളുണ്ട്, വിഡ്രോ ചെയ്യുമ്പം ഈ ഒരു റൂളുണ്ട്. എപ്പോഴും ആ ഒരു 30-ന് മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ചെറിയൊരു എമൗണ്ട് ആണ്. നമ്മളിവിടെയുള്ള ബാലൻസ് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 57.34 നമുക്ക് വിഡ്രോ ചെയ്യാൻ, അതായത് 4,930 രൂപയാണ് നമുക്ക് ഇന്ത്യൻ റുപ്പിയിലുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് ചെറിയൊരു ട്രേഡ് എടുത്ത് ലോസ് ആയിട്ടുണ്ടായിരുന്നു, അല്ല ഇത് 0.2 സംതിങ് അങ്ങാറ്റം. അതുകൂടാതെ ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ XNSലെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വിഡ്രോയും അതേപോലെ ഡെപ്പോസിറ്റിന് സമയത്ത് കറൻസി റേറ്റും കാര്യങ്ങളും നോക്കണം എന്നുള്ളത്. ഓക്കെ, ഇവിടെ ചെറുതായിട്ടൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഒരു 30 രൂപ സംതിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് നമ്പർ. അതേപോലെ തന്നെ ബാങ്ക് നെയിം ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ ബാങ്ക് നെയിം കൊടുക്കുന്നുണ്ട്. അതേപോലെ ബ്രാഞ്ച് നെയിം ചോദിക്കുന്നുണ്ട്, അതും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ IFSC കോഡ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്, അതും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പറും കൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാം. എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഡബിൾ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളെ കൊടുത്തുള്ള ഡോക്യുമെൻറ്റെല്ലാം കൺഫേം ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് വിഡ്രോവൽ റിക്വസ്റ്റ് എന്നുള്ള ആ ഏരിയ ക്ലിക്ക് ചെയ്യാം. നമ്മളൊരു സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളാ ഒരു വിഡ്രോവൽ റിക്വസ്റ്റ് നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും. ഫണ്ട്സിലേക്ക് വരാം, ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും വിഡ്രോവലിൻ്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മുകളിൽ നമുക്കൊരു മെയിലും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, യുവർ വിഡ്രോ ഈസ് അണ്ടർ വേ എന്ന് പറഞ്ഞിട്ട് 57.34 അക്കൗണ്ട് നമ്പറും ID-യും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു മെയിലും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കിട്ടുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഇവർ പ്രോപ്പറായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും എത്ര ടൈം എടുക്കും ആ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോൻ്റെ ടൈമും കൂടി ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് നേരത്തെ കണ്ടായിരുന്നു, ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിലേക്ക് പോയി കാണാൻ പറ്റും. നമ്മൾ 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഒരു 15-16 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡെപ്പോസിറ്റ് ആകാൻ വേണ്ടിയിട്ട്. അതേപോലെ വിഡ്രോ ചെയ്ത സമയത്ത് എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് വിഡ്രോസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3 മിനിറ്റിൻ്റെ അകത്ത് തന്നെ എനിക്ക് വിഡ്രോസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും, പ്രോസസിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ എൻ്റെ ഓൾമോസ്റ്റ് വിഡ്രോസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഡെപ്പോസിറ്റ് വിഡ്രോസും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഒരു വിഡ്രോ പറയലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് വിഡ്രോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെപ്പോസിറ്റ് ഒരു 16 മിനിറ്റ് 17 മിനിറ്റ് ഒരു 20 മിനിറ്റ് തന്നെ കൂട്ടാം ആ ഒരു സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ഒരു ടൈമിൻ്റെ അകത്ത് കിട്ടണമെന്നില്ല. ട്രാൻസാക്ഷൻസ് കൂടുന്ന സമയത്ത് ആ ഒരു ഫ്ലക്ച്വേഷൻ, ആ ഒരു ടൈമിൻ്റെ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അവർ ചോദിക്കുന്നത് 30 മിനിറ്റ്സിൻ്റെ ഒരു വിൻഡോ ആണ് ചോദിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് കാര്യങ്ങളോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് സപ്പോർട്ടിലും മറ്റു കാര്യങ്ങളിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് സപ്പോർട്ട് ഉണ്ട്.
അവിടെ സപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചാറ്റ് വിത്ത് ഏജന്റ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ അതേപോലെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവിടെ സംസാരിക്കാൻ പറ്റുന്നതാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റാൻ്റെ ID കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ അതേപോലെ മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ XNS ആയിട്ട് നോക്കുന്ന സമയത്ത് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള വേയും അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടും കിട്ടുന്നുണ്ട്. ചെറിയ റിലേസും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് MT5 ആയിട്ട് കണക്ട് ചെയ്തിട്ട് ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ നിങ്ങളെല്ലാവർക്കും ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡൗൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്.